ഹലോ, ചബ്ബി ഗേൾസിന് ഒരു സ്ലിമ്മർ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഔട്ട്ഫിറ്റ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ബോട്ടംസ് സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ കാണാനായിട്ടും സ്ലിം ആയിട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ നിങ്ങൾ ബോട്ടംസ് സെലക്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ സ്കേർട്ട് ആയാലും ശരി, അതിപ്പോൾ ജീൻസ് ആയാലും ശരി, നിങ്ങൾ ഹൈ വേസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. അത് നിങ്ങളെ കാണാനായിട്ട് കുറച്ചും കൂടെ സ്ലിം ആയിട്ട് തോന്നിക്കും. ഇനി ഒരു വിഷ്വൽ ട്രിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെന്ന് പറയുമ്പോൾ സെയിം കളറിലുള്ള ബോട്ടം ആയാലും ടോപ്പ് ആയാലും സെലക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ടു നമ്മുടെ ഫുട്ട് വരെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് സെയിം കളർ എടുക്കുക. ആ ഒരു കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് കളർ ആയിരിക്കണം. ഇത് നിങ്ങളെ ഒന്ന് കാണാനായിട്ട് എന്താ സ്ലിം ആയിട്ട് തോന്നിക്കും. ഇനി നെക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വീലൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂപ്പ് നെക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ സ്ലീവ്സ് ഇടുമ്പോൾ 3/4 ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഫാറ്റ് കുറച്ച് സ്ലിം ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കും. ഇനി ഞാനൊരു ലൈൻ പാറ്റേണിനെ പറ്റി പറയുകയാണ്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വെർട്ടിക്കൽ ലൈൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഹൊറിസോണ്ടൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫാറ്റ് ആയിട്ട് തോന്നിക്കും. ഉള്ള വണ്ണത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഫാറ്റ് ആയിട്ട് തോന്നിക്കും. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഡ്രസ്സ് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണാനും ഭയങ്കര സ്ലിം ആയിട്ട് തോന്നിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.